ഇവിടെ AP സുന്നി പ്രതിനിധി ഫസ്റ്റ് ചെയ്ത വളരെ മ്ലേച്ഛമായൊരു പണിയുണ്ട്. വളരെ വളരെ മ്ലേച്ഛമായ എൻ്റെ പ്രസംഗത്തിൻ്റെ അപ്പുറമൊക്കെ മാറ്റി വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ വളരെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലെ ആകെ തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഈ വിഷയത്തിൽ അദ്ദേഹത്തെ തിരുത്താനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ചെറിയൊരു തിരുത്ത് വരുത്തുന്നുണ്ട്. ഇവിടെ AP സമസ്തയുടെ ഒരു പ്രതിനിധി മ്ലേച്ഛമായൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി മുജാഹിദ് ബാലുശ്ശേരിയെ അത് മ്ലേച്ഛമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇത് കേൾക്കുന്ന ഞങ്ങൾക്കൊന്നും ഒരു സംശയമില്ല. നിങ്ങൾ ബാക്കി പറയും. പിന്നീട് സോഷ്യൽ മീഡിയയിൽ എന്നെ ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഇതെന്താ അത് മനസ്സിലാകണില്ലല്ലോ എന്ന് ചോദിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശരിക്കും ഒന്ന് കേൾക്കണം. 6ാമത്തെ ക്ലിപ്പ്, സഖാഫിയുടെ 6ാമത്തെ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ സഖാഫിയുടെ 6ാമത്തെ ക്ലിപ്പ്, ആ സഖാഫി വഹാബ് സഖാഫിയാണ്. അപ്പോൾ മൂപ്പര് ചെയ്ത കാര്യങ്ങളൊക്കെ എത്രത്തോളം കാര്യങ്ങളൊക്കെ മ്ലേച്ഛമാണ്. അപ്പോൾ വഹാബ് സഖാഫി ചെയ്തു എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തിരുത്തിയത്. എന്തായാലും എന്താണ് ആ മ്ലേച്ഛത്തരം എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം, അല്ലേ? നമുക്കും അറിയണമല്ലോ. ഒരു പ്രസംഗം അയാൾ നടത്തിയാൽ, ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ആകത്തുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമുദായത്തിന് ബാക്കി കിട്ടിയ അതിന്റെ സത്ത നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം. അപ്പൊ ഇതാണ് അയാളൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഇവിടെ മതം പറഞ്ഞു പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ ബാക്കിയായി വന്നൊരു സാധനം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പണി സമസ്തക്കാരെ കൊണ്ട് ചെയ്യുന്ന ഏക വൃത്തികെട്ടവൻ ഓനാണ്. മനസ്സിലായിക്കൂടെ? ഓൻ ചെയ്ത പണിയാണത്, ഓൻ ചെയ്യിപ്പിച്ച പണിയാണത്. മനസ്സിലാക്കണം. ഓനിപ്പോ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഓനിത് മാത്രമേ ഉള്ളൂ. സ്വതന്ത്രമായ ദേവത്വോ പ്രസംഗോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഉപകാരമുള്ള ഒരു പ്രവൃത്തി ഒന്നുമില്ല. അങ്ങനെ നടക്കുക, എന്നിട്ട് അതിന്റെ പൈസയും വാങ്ങി മിണുങ്ങുക, എന്നിട്ട് മുജാഹിദുകളെ ആരാണ്ട് തിന്നുന്നവരാന്ന് വിളിച്ചു പറയുക. എന്ത് വലിയ തട്ടിപ്പ് അവിടെ ചെയ്ത്. ഞാനൊരു വലിയ കാര്യം പഠിപ്പിക്കായിരുന്നു ഈ സദസ്സിനെ. കഴിഞ്ഞ 21-ന് കേട്ടവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇങ്ങനൊക്കെ തൊലിക്കെട്ടി ഉണ്ടാവുമോ? ഉണ്ടാവും. ഈ തൊലിക്കെട്ടി മുഖത്തേക്കട് നോക്കിയാൽ ബോധ്യപ്പെടും നിങ്ങൾക്ക്. ഇനി അതിന്റെ പൂർണ്ണ രൂപങ്ങളൊന്ന് കേട്ടോളൂ. ഇനി നമുക്ക് അതിന്റെ പൂർണ്ണ രൂപം മുജാഹിദ് ബാലുശ്ശേരിനെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയ ഒരു ഭാഗത്തെ 2-3 ഭാഗത്തുള്ള ചെറിയ 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 പീസുകൾ എടുത്തിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാത്ത വഹാബ് ഇട്ടിട്ട് ഇയാളെ ട്രോളിയിരിക്കുകയാണ്. ആ ട്രോളിയത് അതിൻ്റെ പൂർണ്ണ രൂപം അപ്പോഴാണ് ഇത് ക്ലിയർ ആവുള്ളൂ. വഹാബെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പുറത്തു വിടുമ്പോൾ കാണാത്തവർക്ക് ഒന്നുകൂടി ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നസീഹത്തായിക്കൊണ്ട് ഞാനും ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് കാണാം എന്താണ് അതിൻ്റെ പൂർണ്ണ രൂപം. നമുക്കൊന്ന് കാണണല്ലോ, അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഈ ലോകഗുരു ലോകത്തോട് വിട പറയുമ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹം അല്ലാഹുവോട് പറയുന്നതറിയോ? എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ എന്നാ. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരനാണെങ്കിൽ പറയേണ്ടത് എന്താ? ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബറിടത്തിൽ നടക്കണേ. ഞാൻ ചെറിയൊരു ആവിഷ്കാരം ശ്രദ്ധിക്കേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമസ്തയാണെന്ന് വിചാരിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമസ്തക്കാരായിരിക്കാം. അങ്ങനെ മസ്ജിദ് നബവിയിലെ 1ാമത്തെ ഉറൂസ്, നബിയുടെ മരണശേഷം ഒന്ന് ശ്രദ്ധിച്ചിട്ടോ, കണ്ടോ? 1ാമത്തെ ഉറൂസ് ഇറക്കിയത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആനപ്പുറത്ത് അപ്പോൾ ടണ്ടണ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഇനി പറയുന്ന മറ്റൊരു ഭാഗത്തൊരു സാധനം കൊടുന്നു വെച്ചിട്ടുള്ളത്. കള്ളത്തരല്ലേ വഹാബ് കാണിച്ചത്? ഈ കള്ളത്തരം കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വത്തോടെ തെളിയിക്കുന്നുണ്ട്. അത് നമ്മൾ കാണിക്കുക തന്നെ ചെയ്യും. മനസ്സിലായിക്കോളും. ടണ്ടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പുഷ് എന്നൊക്കെ കാണിക്കണതാണ് വഹാബ് കാണിച്ചത്. അതാണ് കൂട്ടിക്കെട്ടല്. അതാണ് മ്ലേച്ഛമായിട്ടുള്ള ആ ഒരു പണി. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ. നല്ല തൂട്ടിയൊക്കെ ആയിട്ട് ആനന്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പൊ എന്തായി? ഇതിൻ്റെ അടിയിൽ പറഞ്ഞ ആ ഒരു കാര്യവും നേരത്തെ തുടക്കത്തിലുള്ള ആ ഭാഗവും അതൊക്കെ അടിയിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട്
രണ്ടണയും ഇഷ്ടോ ഇതൊക്കെ ഇവരുടെ ഉറൂസ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അതൊക്കെ പാടെ ഇനിയിപ്പോൾ അവിടെ കൊടുത്തിട്ട് കാണിച്ചു തരാൻ പറ്റൂല. ഇത് ചെണ്ട കൊടുത്തിട്ട് രണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതേപോലെ തന്നെ ഒരു കതീന കുറ്റി കൊടുത്തിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചു തരാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയാണെന്ന് പറയാണ്, അത്രേ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചോളി സഹോദരന്മാരെ, ഇത് കഴിഞ്ഞാൽ വേറൊരു ഭാഗത്തുള്ള സാധനം അതിൻ്റെ അടിയിലുള്ള കട്ടുമുറിച്ചുകൊണ്ടു വഹാബിന്റെ ആ മ്ലേച്ച പണി ഒന്നും കൂടി നമുക്ക് കാണാം. അതാണ് ഈമാനുള്ള ഒരു സഹോദരൻ ഇതുപോലെ ചെയ്യൂല. അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, അവർ ചെയ്തില്ല, നിങ്ങൾക്ക് ഈമാനില്ല, നിങ്ങൾ ചെയ്യണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചും കൂടി കേൾക്കാം നമുക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിടത്തിൽ ഇന്നും ഉറൂസില്ലയോ? ഞങ്ങളുടെ കൈകളിൽ അല്ലാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. സെൽഫികളുടെ കൈകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. നിങ്ങളുടെ കൈകളിൽ സംസമിന്റെ ഉത്തരവാദിത്തം തന്നില്ല. ഒരു മിനിറ്റ്, അതൊന്നും കൊടുത്തില്ല. നമുക്ക് ആ വഹാബ് പറഞ്ഞ രണ്ടെണ്ണ അതൊന്നും ഒന്നുകൂടി കേട്ടോ കാണി. ഒരു പ്രസംഗം അയാൾ നടത്തിയാൽ ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ആകത്തുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമുദായത്തിന് ബാക്കി കിട്ടിയ അതിന്റെ സത്ത നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം. അപ്പൊ ഇതാണ് അയാളൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഇവിടെ മതം പറഞ്ഞു പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ ബാക്കിയായി വന്നൊരു സാധനം ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ വഹാബ് ഇതൊക്കെ പാടെ കട്ടുമുറിച്ച് നേരങ്ങത്തിലൊന്ന് വൃത്തിക്ക് എഡിറ്റ് ചെയ്യുക, അതും ചെയ്തിട്ടില്ലേ? മനസ്സിലാവുന്ന പോലെയാണ്. ഇനി ഇതിന്റെ ബാക്കി കുറച്ചും കൂടി മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞൊന്ന് കേൾക്കാം. കണ്ടോ സഹോദര, നിങ്ങൾ കണ്ടോ? ഈ പരാമർശത്തെയാണ് 1 മിനിറ്റ് കൊണ്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ് ഇവനിട്ടത്. തുടക്കത്തിൽ തന്നെ ഓന്റെ സംസ്കാരം ഇനി നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് വർത്താനില്ല. ഓന്റെ സംസ്കാരം ഇവിടെ ആരും മനസ്സിലാക്കാത്തതില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇവർ പിന്നെ അതിനെ താങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. ആ താങ്ങിക്കൊണ്ട് കിടക്കണവന്റെ സംസ്കാരമാണ്. ഇവനൊക്കെ താങ്ങണവന്റെ നാറിയോനെ പേരിയനും നാറെന്നുള്ളത് അറിയാത്ത സാധുക്കള്. ആ പറയും നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളെങ്കിലൂല്ലേ? അതാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളെങ്കിലും ഇല്ല ചെങ്ങായിമാരെ? ഉണ്ട് ചെങ്ങി, ഈ നാറിയോനങ്ങൾ പേറുവോ? അദ്ദേഹം ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എനിക്ക് ആ പരിധിയുടെ കുറച്ച് എനിക്ക് സനതും ബിരുദമൊന്നുമില്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ പറയാന്നുള്ളതാണ്. പറയും. പരിശുദ്ധ റമദാനിലേക്ക് പോണേ പശ്ചാത്തപിച്ചാളാ, ഓനോടല്ലോ മനുഷ്യന്മാരോടാ. ഇനി അതെനിക്കിഷ്ടായി. ഓനോട് പശ്ചാത്തപിച്ചോളാൻ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതേപോലെ പണിയെടുക്കുകയാണ്. എന്തൊക്കെ ചെയ്യാറോ? ആ പാവം ദാരിമി ഇവിടെ പ്രസംഗിച്ചല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇയാളാക്കണ പോലെ ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നറിയോ? ആ പാവം ദാരിമി ഇവിടെ പ്രസംഗിച്ചല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇയാളാക്കണ പോലെ ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നറിയോ? അപ്പൊ ദാരിമി പ്രസംഗിച്ച ഒരു പൂർണ്ണ രൂപം, അതിന്റെ ഒരു പൂർണ്ണ രൂപം അയാൾ ശരിക്കും പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. MT അബൂബക്കർ ദാരിമി പ്രസംഗിച്ച അതിന്റെ ചെറിയൊരു ഭാഗമാണ്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു ക്ലിപ്പ് നമുക്ക് കാണിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അറിവാഹികളെ സംബന്ധിച്ച് അഭൗതികം. അപ്പൊ നമ്മളെ ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഭൗതികം അഭൗതികം ഇതൊക്കെ എന്താണ്? അതൊക്കെ അവരെന്നെ വിശദീകരിക്കണം. ഇതാണ് പൂർണ്ണ രൂപം. ഇത് പൂർണ്ണ രൂപമാണോ അല്ലാത്ത രൂപമാണോ എന്നറിയില്ല. എന്തായാലും ഇവർക്ക് ആ ഭൗ അറിയാത്ത പ്രശ്നമാണ് ഇവർക്ക് ഉള്ളതെന്നുള്ള കാര്യം എനിക്കറിയാം. കാര്യം ഭൗതികം എന്താണ് അഭൗതികം എന്താണ് എന്നറിയാത്തത് തന്നെയാണ് പലരുടെയും പ്രശ്നങ്ങൾ. സൂറത്ത് ബഖറ തുടങ്ങുന്ന അവിടെ നിന്ന് തുടങ്ങേണ്ട അഭൗതികം എന്താ ഭൗതികം എന്താന്നൊക്കെ നേരെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. പിന്നെ ആപേക്ഷികം അല്ലാത്ത അതൊക്കെ പോട്ടെ, അതൊന്നും പോണില്ല. പറയും. ഇതാണ് പൂർണ്ണ രൂപം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ഭൗതികം അഭൗതികം. അപ്പൊ അവിടെ പറയാണ് ബൗ. അതൊരു 10 തവണ ആക്കി എന്തേ തോന്നുള്ളൂ, ഏതോ ഒരു സൃഷ്ടിയുടെ ശബ്ദം. ഇത് കാണിച്ചത് എന്തിനാന്ന് മനസ്സിലായ നിങ്ങൾക്ക്? ആ ഭൗ എന്നിങ്ങനെ കാണിച്ചാൽ എന്താണ് തോന്നുക? എന്താണ് തോന്നുക നമുക്ക് നോക്കാം. ഇതാണ് തോന്നുക. ഇപ്പോ വഹാബ് സക്കാഫി കാണിച്ച മ്ലേച്ഛപ്പണി കാണിച്ചാൽ ഇതായിരിക്കും ഉണ്ടാവുക. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അഭൗതികം എന്താണ് ഭൗതികം എന്താണ് എന്നുള്ളതിന്റെ അത് താരതമ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് വിശദീകരിച്ചുകൊണ്ടോ അദ്ദേഹം സംസാരിക്കുകയാണ്. എന്നാൽ ആ ബൗ എടുത്തപ്പോ എന്തെങ്ങൾക്ക് തോന്നിയത്? മൂപ്പര് പറഞ്ഞ പോലെ 4 കാലും 1 വാലും ആളെ കണ്ടാ കുരക്കും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ അല്ലേ
ആ ജന്തുവിന്റെ ശബ്ദം പോലെ തോന്നിയില്ല നിങ്ങൾക്ക്? അത് തോന്നിയതാണ് കേട്ടോ, അങ്ങനെയൊന്നും അല്ല. മൂപ്പര് പറഞ്ഞത് അതുമല്ല. അതാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. എന്തായാലും ബാലുശ്ശേരി പറയട്ടെ. ആ രൂപത്തിലാക്കാൻ ഞങ്ങൾക്ക് ആ പരിപാടിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ആർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. വേറെ കാര്യം ഉണ്ടല്ല, എനിക്കും ആ പണിയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനന്ന് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അതാരും തെറ്റിദ്ധരിക്കണ്ട, നമുക്ക് ആ പണിയൊന്നുമില്ല. അതൊരു ശരിയായ ഏർപ്പാടല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനും. ഒരാളും ഇത് കേൾക്കുന്ന ഒരു വഴിയുള്ള ഒരാളും ധാർമ്മികതരെ അത് ഉപയോഗിക്കരുത്. കാരണം ധാർമ്മികത ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തെന്താ, ബൗ ബൗ എന്നുള്ള 3 വട്ടം പറഞ്ഞു. അത് ഇനി ഈ നീചൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ AP പ്രതിനിധി ഉണ്ടല്ലോ, ഓൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് കേട്ടു നോക്കി. അദ്ദേഹവും അത് കാണിക്കുന്നുണ്ട്, അത് നോക്കാം. എങ്ങനെയുണ്ട്? ചിന്തിക്ക്, നേരം വെടുക്കുന്നവരെ ചിന്തിക്ക്. ഈമാനുള്ള അതിൻ്റെ ഒരു തരിമ്പുള്ള സമസ്തക്കാരോടെ പറയുന്നത് ചെയ്യരുത്. നിങ്ങൾ ഒരാളും ധാർമ്മിയുടെ ഇത് ഇടരുത്. ഞാൻ ഇതെന്തിനറിയാം, ഇതൊന്ന് മനസ്സിലാക്കി തരാനാണ്. പടച്ചോനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്, അത് പടച്ചോനായിട്ട് കിട്ടുന്നത്. കാരണം ഞാൻ എത്രയോ ഗൗരവമായിട്ടാണ് ഈ സമുദായത്തിന് വക്കാറത്തുള്ള അബൂബക്കർ സിദ്ദീഖ് ആനപ്പുറത്ത് എറിയുണ്ടാകുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കി എന്ന് പറയാൻ അതുണ്ടായത്. അവര് ചെണ്ടയും മുട്ടി BP അടിച്ച് നടക്കുകയായിരുന്നു. ആനക്കെന്താ കുഴപ്പം, ചെണ്ടക്കെന്താ കുഴപ്പം ഒക്കെ ചോദിക്കുന്ന അലവി സഖാഫിയാണ്. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ചെയ്തൊരു പണീനെയാണ്. അതുകൊണ്ട് എനിക്ക് APC-നോടും പറയാനുള്ളത് എന്താ, നിങ്ങൾ ഈ ചെങ്ങായിനെ കൊണ്ടുവന്നിട്ട് എന്തിനാ അങ്ങനെ മാറണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വല്ലാത്തൊരു ഗതികേടിനാണ് നിങ്ങൾ. എന്താണ് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ ഈ പറഞ്ഞത്? അവറ്റടുത്ത് പറഞ്ഞ് മനസ്സിലാവിച്ച അവറ്റ് ആ ഒരു ചോറ്റും പാത്രത്തിൽ പോയിരിക്കുമോ? അപ്പോൾ അവറ്റടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അതല്ലാത്ത കുറേ സാധുക്കളുണ്ട്, അവർ മനസ്സിലാക്കട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്ഷമാപണം ചോദിക്കുന്നുണ്ട്. ഇതാരും ചെയ്യരുത് എന്ന് താങ്കൾ പറഞ്ഞു. ഞാനൊരു റിയാക്റ്റീവ് വീഡിയോക്കാരനാണ്. റിയാക്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ MT അബൂബക്കർ ദാരിമിയെ ഇകഴ്ത്തുവാനോ അദ്ദേഹത്തെ കുറ്റം പറയുവാനോ അദ്ദേഹത്തെ ട്രോളുവാനോ അല്ല. ഇതിങ്ങനെയും ചെയ്യാം. താങ്കൾ വിശദീകരിച്ചു, അതൊന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾ എഡിറ്റ് ചെയ്തതും ഇതിലൊന്ന് കാണിക്കുന്നുണ്ട്. അതാരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും അതിന് ഉത്തരവാദികളല്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.